സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമതപക്ഷം കരുത്താർജിച്ചതോടെ സ്വന്തം പാർട്ടി പോലും മമതയ്ക്ക് നഷ്ടപ്പെട്ടേക്കും എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സോണിയാഗാന്ധി മമതയെ കോൺഗ്രസിലേക്ക് തിരികെ ക്ഷണിച്ചിട്ടുണ്ട്. സോണിയയുടെ ക്ഷണം മമത സ്വീകരിക്കുമോ എന്നാണ് ഇനിയുള്ള ആകാംക്ഷ. ഡൽഹിയിൽ നിന്ന് ബലനടുങ്ങടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. മടങ്ങുമോ മമത? രാഷ്ട്രീയത്തിലെ പെൺകരുത്തിന്റെ ഉത്തമ മാതൃക അതായിരുന്നു മമതാ ബാനർജി. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്തു പോകും വരെ ഇന്ന് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മമതയുടെ രാഷ്ട്രീയ ഭാവി പോലും ഇന്നൊരു ചോദ്യചിഹ്നമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രസേനയും ചേർന്ന് തന്നിൽ നിന്നും അധികാരം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞത്. മമത ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ തോൽവി. നന്ദിഗ്രാമും സിംഗൂറും മൂലധനമാക്കി ഇടതുപക്ഷത്തിനെതിരെ തെരുവിൽ പോരാടി അധികാരം പിടിച്ചതാണ് മമത. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടും സീറ്റും വർദ്ധിപ്പിച്ച മമതയ്ക്ക് BJPയുടെ മുന്നിലാണ് അടിപതറിയത്. 3-2 ഭൂരിപക്ഷം BJP നേടിയെങ്കിലും മമത 41% വോട്ടുകൾ പിടിച്ചു. തോറ്റിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മമത. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ ചുവടിലും മമതയ്ക്ക് അടിപതറി. ശോഭൻ ദേബ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതായി കാണിച്ചു നൽകിയ നിവേദനത്തിലുള്ളത് വ്യാജ ഒപ്പുകൾ എന്ന പരാതിയുമായി സന്ദീപേൻ സഹ, ഋതബ്രത ബാനർജി എന്നിവർ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ സമീപിച്ചു. അന്വേഷണത്തിനായി മുഖ്യമന്ത്രി CID സംഘത്തെ ചുമതലപ്പെടുത്തി. തൊട്ടുപിന്നാലെ വിമതർ ഋതബ്രത ബാനർജിയെ നേതാവായി തെരഞ്ഞെടുത്തു. TMCയുടെ 80-60ഓളം MLA-മാർ വിമതപക്ഷത്ത്. പുനഃസംഘടനയിലൂടെ പാർട്ടി തിരിച്ചുപിടിക്കാൻ മമത ശ്രമം നടത്തിയെങ്കിലും ഗുണമുണ്ടായില്ല. 28 ലോക്സഭാംഗങ്ങളിൽ 20 പേരും വിമതപക്ഷത്തെത്തി. കകോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബ്ലോക്കായി മാറാനും NDAയെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചതായി വിമതർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. കൂടുതൽ പേർ വിമത ക്യാമ്പിലേക്ക് ചേക്കേറുകയാണ്. രാജ്യസഭയിലെ 13-ൽ സുകേന്ദു ശേഖർ റോയ്, സുസ്മിത ദേവ് എന്നീ 2 പേർ രാജിവെച്ചു കഴിഞ്ഞു. വിമതപക്ഷത്തേക്ക് നീങ്ങുന്നവർ പഴി പറയുന്നത് അനന്തരവൻ അഭിഷേക് ബാനർജിയെയെങ്കിലും കരുക്കൾ നീക്കുന്നത് BJP ആണെന്ന് മമത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഭിഷേകിനെ കൈവിടാൻ മമത തയ്യാറല്ല. നിലവിൽ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ മമതയ്ക്ക് കഴിയുന്നില്ല. മഹാരാഷ്ട്രയിലെ NCPയുടെയും ശിവസേനയുടെയും വിധിയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും തേടിയെത്തിയിരിക്കുന്നത്. ഭരണവും പാർട്ടിയും നഷ്ടപ്പെട്ട മമതയ്ക്ക് ഇന്ത്യ സഖ്യമാണ് ഇനി ഏക കച്ചിത്തുരുമ്പ്. കൂടിക്കാഴ്ചയ്ക്കെത്തിയ മമതയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മമതയോ അഭിഷേകോ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരിക്കൽ ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ട പാർട്ടികളൊന്നും പിന്നീട് മടങ്ങിയെത്തിയ ചരിത്രം ബംഗാളിൽ ഇതുവരെയില്ല. 29 വർഷങ്ങൾക്ക് ശേഷം മമതാ ബാനർജി കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ? അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സാഹസത്തിനു കൂടി മമത തയ്യാറെടുക്കുമോ? അവശേഷിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.